പറയുന്ന ഡയലോഗ് പറയുന്നില്ലേ? നല്ല എക്സ്പീരിയൻസാ, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. പിന്നെ മൊത്തത്തിലൊരു പ്രണയമയം, ആരോ പറയുന്നത് പ്രണയമലയങ്ങളാണല്ലോ എന്ന് പറഞ്ഞ പോലെ ഒരു പ്രണയം ബേസ് ആണ്. അതുകൊണ്ട് തന്നെ ആരും പ്രേമിക്കാത്തവരില്ലാത്തത് കൊണ്ട് നിങ്ങൾക്കൊക്കെ അത് മനസ്സിലാകും വിചാരിക്കുന്നു അല്ലേ? ഇങ്ങനെ നോക്കുന്നേ കണ്ട, പല വഴികളിൽ കൂടിയാണ്, ആരും കാണാത്ത വഴികളിലൂടെ ഒക്കെ നമ്മൾ സഞ്ചരിക്കണം, അപ്പൊ കിട്ടും. ഈ സിനിമകളുടെ ഇന്റർവ്യൂസ് ഒക്കെ ഭയങ്കര ട്രെൻഡിങ് ആണല്ലോ നിങ്ങളുടെ എല്ലാവരും തന്നെ. അത് നിഖിലയാണ്, ഞാനല്ല, ഞാനവിടെ സൈഡിൽ കണ്ടിരുന്നോ? അതെല്ലാം കണ്ടിരുന്നോ? പിന്നെ ഞങ്ങൾ ഒരുമിച്ചല്ലേ, എന്തായാലും നമുക്കറിയാലോ എന്തൊക്കെയാണെന്നുള്ളത്. ആയതുകൊണ്ട് ഓരോരുത്തർക്കും ഓരോ പേരുകൾ വന്നിട്ടുണ്ട് ഇപ്പൊ പല പല രീതിയിൽ. നിഖിലയ്ക്കായാലും അനുശ്രീക്കായാലും ഓരോ രീതിയിൽ. കേട്ടില്ല ഞാൻ, എന്താണ് അല്ല ഇപ്പൊ പൊതുവെ തന്നെ ഒരു തഗ്റാണി എന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പൊ നിഖില ഞാനല്ല. അതിനോടൊക്കെ എങ്ങനെ പ്രതികരിക്കാവുന്ന? അങ്ങനല്ല, നമുക്ക് പറയാനുള്ളത് എവിടെയാണെങ്കിലും പ്രതികരിക്കാന്നുള്ളതാണ്. ഇപ്പൊ നിഖിലയുടെ പേര് മാറി തഗ്റാണി എന്നുള്ള മാറി ഇപ്പൊ തറുതല സ്റ്റാർ എന്നുള്ള ഒരു പുതിയ പട്ടം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയല്ല, നമ്മളിപ്പോ എവിടെ പ്രതികരിച്ചാലും നമ്മുടെ അഭിപ്രായം പറഞ്ഞാലും ചിലപ്പോൾ നമ്മുടെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങാറുണ്ട്. അത് അതിന്റെ വഴിയിൽ അല്ല, അത്തരം വിമർശനങ്ങൾ വെറുതെ പറഞ്ഞുണ്ടാക്കുന്നു എന്നുള്ള രീതി തോന്നുന്നുണ്ട്. ഒരു സ്ത്രീ വന്ന് ഒരു രീതിയിൽ പ്രതികരിക്കുമ്പോൾ അതിനെ അഹങ്കാരി എന്നുള്ള രീതിയിൽ മുദ്ര കുത്തുമ്പോൾ അത് അങ്ങനെ പറയുന്നത് എങ്ങനെയിരിക്കും, കാര്യമുള്ള കാര്യമാണോ വെറുതെ അഹങ്കാരം പറയുന്നതാണോ എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഇരിക്കുന്നത്. വെറുതെ സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞിട്ട് വെറുതെ അഹങ്കാരി എന്ന് പറയാറില്ല. എന്തെങ്കിലും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആവശ്യമില്ലാത്ത രീതിയിൽ പറയുന്നതിനായിരിക്കും ചിലപ്പോൾ അങ്ങനെ പറയുന്നത്. പിന്നെ ഈ പേരുകളൊക്കെ വരുന്നതാണെങ്കിലും എനിക്കറിയില്ല, അവൾ തഗ്റാണി എന്നുള്ള പേരൊക്കെ മാറി ഇപ്പൊ അങ്ങനെ വന്നു എന്ന് എനിക്കറിയില്ല. ബട്ട് തഗ്റാണി എന്നുള്ള ലേബിൾ ഞങ്ങൾക്ക് ഇഷ്ടമാണ്. കാരണം നമ്മൾക്ക് പറയാനുള്ള കാര്യമല്ലേ നമ്മൾ പറയുന്നത്, അതിനെ തഗ്ഗായിട്ട് കാണുന്നുണ്ടെങ്കിൽ. ഈ മേപ്പടിയാന് ശേഷം കഥയുന്നവരെ എന്നുള്ള സിനിമ മറ്റേ സംവിധാനം ചെയ്യുന്നു, അതിലൊക്കെ എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ് ഒക്കെ? മേപ്പടിയാണ് ഡയറക്ടർ തന്നെയാണല്ലോ കഥയുന്നവരുടെ. അല്ല, ആ സംവിധായകന്റെ കൂടെയുള്ള എക്സ്പീരിയൻസ് ഒക്കെ? വിഷ്ണുചേട്ടന് സിനിമയിൽ വരുന്നതിന് മുമ്പേ ഞങ്ങൾക്കുള്ള സൗഹൃദമാണ്. മേപ്പടിയാനാണെങ്കിലും അത് പിന്നെ വേറൊരു ഈ ഒരു കൈൻഡ് ഓഫ് ജോണർ ഭയങ്കര വ്യത്യാസമല്ലേ രണ്ടു മൂവി. അപ്പൊ മേപ്പടിയാൻ അത്രയും സക്സസ് ആകുമ്പോൾ തന്നെ നമുക്കറിയാം ഈ ഒരു മൂവി വരുമ്പോഴാണെങ്കിലും വിഷ്ണുചേട്ടൻ മാത്രമല്ല, മൊത്തമുള്ള ടീം എന്ന് പറയുന്നത് ഞങ്ങൾക്കൊക്കെ അറിയുന്ന ടീമാണ്. അപ്പൊ എന്തായാലും അവരെല്ലാവരും കൂടി ഇങ്ങനത്തെ ഒരു ചിത്രം എടുക്കുമ്പോൾ എന്ന് പറയുമ്പോൾ എന്തായാലും അത് വെറുതെ ആവില്ല എന്നുള്ളൊരു വിശ്വാസം അന്നുമുണ്ട് ഇന്നും ഉണ്ട്. അത് നിങ്ങൾക്കും അത് മൂവി കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു. ഇനി കാണുന്ന ഓരോ പ്രേക്ഷകർക്കും അത് ഓക്കെ എന്നുള്ള രീതിയിൽ അവർ സ്വീകരിക്കുന്നു. ഈ വിഷ്ണുചേട്ടന്റെ സിനിമയൊക്കെ മേപ്പടിയാൻ ഇറങ്ങിയ സമയത്ത് പല രീതിയിലും അറ്റാക്കുകൾ നേരിട്ടൊരു വ്യക്തിയായിരുന്നു വിഷ്ണു മോഹൻ എന്ന് പറഞ്ഞൊരു സംവിധായകൻ. ഒരു പ്രൊപ്പഗാൻഡ മൂവി എന്നുള്ള രീതിയിൽ ലേബിൾ കുത്തി അങ്ങനെ മാറ്റി നിർത്തപ്പെട്ട ഒരു സംവിധായകനായിരുന്നു. പക്ഷെ കഥ ഇന്നുവരെ എന്നുള്ള ഫീൽ ഗുഡ് സിനിമയും അത്തരത്തിലൊരു പ്രൊപ്പഗാൻഡ മൂവി എന്നുള്ള രീതിയിൽ മുദ്ര തോന്നുന്നുണ്ട്. അതിനെ അറിയില്ല, ഇന്നിപ്പോ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. നമുക്ക് ഇനി അടുത്ത ദിവസങ്ങളിൽ കാണാം. ഇപ്പൊ തന്നെ ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ അനുശ്രീനെ സംബന്ധിച്ചായാലും അനുശ്രീക്കെതിരെയും ഇത്തരത്തിലുള്ള എനിക്കെതിരെ ഇന്ന് മാത്രമല്ല, മുമ്പ് ഞാനും മനസ്സാവാതെ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾക്ക് വിമർശനങ്ങൾ കേട്ടിട്ടുണ്ട്. അത് അവരുടെ ഇഷ്ടം. അവർക്ക് സമയമുണ്ടെങ്കിൽ, അങ്ങനെ പറയാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവരെ വിമർശിക്കട്ടെ. എനിക്ക് എപ്പോഴെങ്കിലും മറുപടി തോന്നും എന്ന് തോന്നുന്ന സമയത്ത് ഞാൻ പ്രതികരിക്കുന്നുള്ളത് മാത്രമേ ഉള്ളൂ പറയാൻ. ഇപ്പൊ ഇതാണെങ്കിലും സിനിമയായിട്ട് മാത്രം കാണുക. സിനിമ കാണുമ്പോഴത്തേക്ക് നമ്മൾ വിമർശിക്കാനായിട്ട് അല്ലെങ്കിൽ മറ്റൊരു അർത്ഥത്തിലേക്ക് കാണാൻ പോവുകയാണെങ്കിൽ പിന്നെ പല സിനിമകളും ഉണ്ടാവുകയില്ല, നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ സിനിമയെ ആ ഒരു എന്റർടൈൻമെന്റ് പാക്കേജ് ആയിട്ട് മാത്രം നമ്മൾ കാണാന്നുള്ളതാണ്. പിന്നെ വിമർശനങ്ങൾ പറയാൻ ആഗ്രഹമുള്ളവർ എന്നും വിമർശിച്ചുകൊണ്ടേയിരിക്കും. അത് ഇന്നുവരെ വലിയൊരു വിജയമാവട്ടെ. താങ്ക് യു.